ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം 18-ാം സങ്കീർത്തനത്തിൻ്റെ 28-ാം വാക്യം. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഏത് കലുഷിതമായ സാഹചര്യങ്ങളെയും ദൈവത്തിന് ഹിതകരമായ പ്രവർത്തനത്തിന് പ്രയോജനപ്പെടുത്തൂ എന്ന തത്വം സ്വീകരിച്ചത് ആൽബർട്ട് ഷ്വൈറ്റ്സറാണ്. സംഗീതജ്ഞനും മൗനതാവാദിയും താത്വികനും പിഷകരനുമായിരുന്നു അദ്ദേഹം. സംസ്കാരത്തിന് തത്വശാസ്ത്രം എന്ന മഹത് ഗ്രന്ഥം അദ്ദേഹം എഴുതി 1952 അദ്ദേഹം നോബൽ സമ്മാന ജേതാവായി. എല്ലാം ഉള്ളവനെങ്കിലും ഒന്നുമില്ലാത്തവനെ പോലെ ജീവിച്ചിരുന്നു. ദാർശനികനും ക്രിസ്തു ശിഷ്യനുമായ സെൻറ്റ് പോളിൻ്റെ ജീവിതം ആൽബർട്ട് ഷ്വൈറ്റ്സറെ വളരെയേറെ സ്വാധീനിച്ചിരുന്നു. ഒരു നേരത്തെ ആഹാരം കഴിക്കുവാൻ പോലും നിർവാഹമില്ലാതിരുന്ന തൻ്റെ കൂട്ടുകാരിൽ ക്രിസ്തുവിൻ്റെ ദീനതയാർന്ന മുഖം ദർശിച്ച ഷ്വൈറ്റ്സർ തനിക്ക് കിട്ടുന്ന ധനം സ്വരൂപിച്ച് വെച്ച് ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിച്ചിരുന്നു. പഠനത്തിൽ സമർത്ഥനായിരുന്ന അദ്ദേഹം ദൈവം തനിക്ക് നൽകിയിരിക്കുന്ന ഐശ്വര്യത്തിൽ മതിമറക്കാതെ തൻ്റെ സമസൃഷ്ടങ്ങളോടുള്ള ബന്ധത്തിലും സ്നേഹത്തിലും മുൻപോട്ട് പോകുവാൻ ആഗ്രഹിച്ചു. 1912 ദുഃഖവെള്ളിയാഴ്ച ദിവസം ഷ്വൈറ്റ്സർ തൻ്റെ ഭാര്യയെയും ഒത്ത് ആഫ്രിക്കയിലേക്ക് കപ്പൽ കയറി. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് നഷ്ടബോധത്തോടെ തിരിഞ്ഞു പോകേണ്ടി വന്നിട്ടില്ല. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നതൊക്കെയും നിങ്ങൾ എനിക്ക് ചെയ്യുന്നു എന്ന ക്രിസ്തു വചനത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയ ഷ്വൈറ്റ്സറെ തേടി ആഫ്രിക്കൻ ഗോത്രത്തലവന്മാർ എത്തി. എയ്ഡ്സ്, എബോള തുടങ്ങിയ ആധുനിക രോഗങ്ങളുടെ പ്രാഗ് പ്രചരിച്ചിരുന്ന ആഫ്രിക്കയുടെ മണ്ണിൽ അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും ഇഴചേർന്ന സാമൂഹ്യ ബന്ധങ്ങളുടെ നടുവിൽ യേശു കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷ നിറവേറ്റുവാൻ ഷ്വൈറ്റ്സർക്ക് കഴിഞ്ഞു. ഒരു കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ആരംഭിച്ച ആശുപത്രി ആയിരക്കണക്കിന് രോഗികൾക്ക് അത്താണിയായി. നിരാശ ബാധിച്ചിരിക്കുന്നവർക്ക് പ്രത്യാശ ലഭിച്ചു. അന്ധകാര ഭൂഖണ്ഡത്തിൽ യേശുവിൻ്റെ ദീപ്തിയെ എത്തിക്കുവാൻ ഷ്വൈറ്റ്സർക്ക് കഴിഞ്ഞു. രാവേറെ ചെല്ലുന്നതുവരെ ഡോക്ടർ ഷ്വൈറ്റ്സർക്ക് വിശ്രമിക്കാനാവുമായിരുന്നില്ല. അതിരാവിലെ എഴുന്നേറ്റ് അദ്ദേഹം തൻ്റെ പിയാനോ വായിച്ച് ഗാനങ്ങൾ ആലപിച്ചിരുന്നു. നിരവധി ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നോബൽ പുരസ്കാരത്തുകയും മറ്റ് അവാർഡ് തുകകളുമെല്ലാം ആഫ്രിക്കയിലെ വൈദ്യശാസ്ത്ര വികസനത്തിനും പാവങ്ങളുടെ ചികിത്സയ്ക്കുമായി മാത്രം വിനിയോഗിച്ചു. നോബൽ ജേതാവായപ്പോൾ ലഭിച്ച സ്വീകരണങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി അത്തരം യോഗങ്ങളുടെ സംഘാടകരോട് യഥാർത്ഥ ആതുര സേവനം അഭംഗുരം തുടരുവാൻ ആവശ്യപ്പെട്ടു. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 4-ാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ട് 59 വർഷങ്ങൾ പൂർത്തിയാകുന്നു. നമ്മുടെ സമൂഹത്തിലെ അന്ധകാരം അകറ്റുവാൻ, ഒരു കൈത്തിരിവട്ടം കത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞയെടുക്കാം. അപ്രകാരം കർത്താവ് പകർന്നതായ ആ വലിയ വെളിച്ചം നമ്മുടെ സമൂഹത്തിൻ്റെ മധ്യത്തിലും പകർത്തുവാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായ നന്ദിയോടെ സ്തോത്രം. ആൽബർട്ട് ഷ്വൈറ്റ്സറിൻ്റെ ജീവിതത്തിലൂടെ ഈ പ്രകാരം ലോകത്തിൽ നല്ലൊരു വെളിച്ചമായി തീരണമെന്ന് കർത്താവെ ഇന്നത്തെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകൾ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവുകളെല്ലാം കർത്താവെ ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുമെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവെ ഞങ്ങൾക്കും അദ്ദേഹത്തെ പോലെ ജീവിപ്പാൻ കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.